ഹലോ, ഇന്നത്തെ റെസിപ്പി ഒരു കിഡ്സ് സ്പെഷ്യലാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ കുറഞ്ഞ സമയത്ത് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇത് കുട്ടികൾക്കെല്ലാം എന്തായാലും നല്ലോണം ഇഷ്ടപ്പെടും. ലഞ്ച് ബോക്സിൽ കൊടുക്കാനും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. മൈദേൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. എല്ലാന്നാണെങ്കിൽ 1/2 കപ്പ് മൈദയും 1/2 കപ്പ് ഗോതമ്പ് പൊടിയായിട്ടും എടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ഏലക്ക പൊടിച്ചത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവും ഏലക്ക പൊടിയും കൂടി ചേർത്താൽ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഇതൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ സാധാരണ നമ്മൾ ദോശയിൽ എങ്ങനെയാണ് ഗോതമ്പ് ദോശയെല്ലാം ചുടാറില്ലേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ഞാനിത് നല്ല സ്മൂത്തായിട്ട് തന്നെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ മാറ്റി വെക്കാം. അപ്പോൾ ഇത് അധികം ലൂസായി പോകാനും പാടില്ല, അധികം ടൈറ്റായി പോകാനും പാടില്ല. ആ ഒരു രീതിക്ക് വേണം നമ്മൾ കലക്കിയെടുക്കാൻ. ഇതേപോലെ കലക്കിയെടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാന് ചൂടാകുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഗീയോ ബട്ടറോ ആഡ് ചെയ്ത് കൊടുക്കുക. ഓയിൽ ആഡ് ചെയ്യുക കേട്ടോ, ഗീയോ ബട്ടറോ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ യൂസ് ചെയ്യാം, പക്ഷേ ടേസ്റ്റ് കുറയും. ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക ഗീ യൂസ് ചെയ്താലാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ബട്ടർ ആഡ് ചെയ്തിട്ട് പാനിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ബട്ടർ ഒന്ന് ഉരുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മിസും ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പും കിസ്മിസ് ഇടുന്നതെല്ലാം ഓപ്ഷണലാണ്, പക്ഷെ അതൊക്കെ ഇട്ടാൽ മാത്രമാണ് ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ടൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓപ്ഷണലാണ് കേട്ടോ, ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഓപ്ഷണലാണ്. അപ്പോൾ അത് ഒന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പഴമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പഴം വളരെ ചെറുതായി ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. പഴം എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, തീരെ പഴുക്കാത്തതായിട്ടുള്ള പഴവും അതേപോലെ അധികം പഴുത്തുപോയ പഴവും എടുക്കരുത്. മധുരമുള്ള നല്ലൊരു ഒത്ത പഴുപ്പുള്ള പഴം വേണം ഇതിന് വേണ്ടി എടുക്കാൻ. അപ്പോഴാണ് നല്ല കറക്റ്റ് ടേസ്റ്റ് കിട്ടും. അപ്പോൾ പഴത്തിൻ്റെ കളറൊന്ന് ജസ്റ്റ് ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമുക്കിത് മിക്സ് ചെയ്യൽ നിർത്താം. അത്രേ ആവശ്യമുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് തേങ്ങയാണ്. തേങ്ങേൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട യൂസ് ചെയ്യാം. പിന്നെ മുട്ട കഴിക്കാത്ത ഒരുപാട് പേരുണ്ടാവും, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് തേങ്ങ ഇട്ടിട്ട് കാണിക്കുന്നത്. തേങ്ങക്ക് പകരം മുട്ട ഇടാം. മുട്ട ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ തേങ്ങക്ക് പകരം നിങ്ങൾ മുട്ട ഇട്ട് കൊടുക്കുക. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ലത് മുട്ട ഇട്ടിട്ട് കൊടുക്കുന്നതാണ്. ഇനി മുട്ട കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. എങ്ങനെയായാലും ഇത് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഒരു 6 ടേബിൾ സ്പൂണോളം തേങ്ങ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ അങ്ങനെ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഇതിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. ഇനി ഞാൻ ഇതിലേക്ക് കൂടി ഏലക്കപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ മാവ് തയ്യാറാക്കുമ്പോൾ ഏലക്കപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേനു. അപ്പോൾ ഇതിലേക്കും കൂടി നമ്മൾ ഏലക്കപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കപ്പൊടിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് സിന്നമൺ പൗഡർ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അത് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പഴത്തിൽ നല്ല മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ പഞ്ചസാരയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ പൗഡറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അത് ഓപ്ഷണലാണ്, പക്ഷെ അതൊക്കെ ഇട്ടാലാണ് ടേസ്റ്റ് ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ പഴം, പഞ്ചസാര, തേങ്ങ ഇത് മാത്രം മതി ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ ഇതെല്ലാം നമ്മൾ എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നതോടുകൂടി നമ്മുടെ ഫില്ലിങ് റെഡിയായി കേട്ടോ. ഇത്ര പണി മാത്രമേ ഉള്ളൂ. പഴം, തേങ്ങ, പിന്നെ പഞ്ചസാര, മൈദപ്പൊടി ഇത് മാത്രമാണ് നമുക്ക് ഇത് സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടൂ. ബാക്കി എല്ലാ സാധനവും എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ കലക്കി മാറ്റി വെച്ചിരിക്കുന്ന മൈദ മാവ് നമുക്ക് ഓരോ തവി ഇതിലേക്ക് ഒഴിച്ചൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതേപോലെ ചുറ്റിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചാൽ മതി. അപ്പോൾ മാവ് കുറച്ചൊന്ന് ലൂസാക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പാനിൽ നിന്ന് ഇങ്ങനെ ചുറ്റിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മേൽഭാഗം ജസ്റ്റ് ഒന്ന് ഡ്രൈ ആകുന്ന സമയത്ത് നമ്മുടെ ഫില്ലിങ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് അധികം വെന്ത് പോകാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ജസ്റ്റ് ഇതേപോലെ
ഇതേപോലെ ഡ്രൈ ആകുന്ന സമയത്ത് നമുക്ക് 1-2 ടേബിൾ സ്പൂണ് നമ്മുടെ ഫില്ലിങ് ഇതിൻ്റെ മിഡിലായിട്ട് വെച്ച് കൊടുക്കുക. ഓവർ ഇടാൻ പാടില്ല. ഓവർ ഇട്ടാൽ ഇത് മടക്കി എടുക്കുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോവും. അതുകൊണ്ട് ഓവർ ഇടാൻ പാടില്ല. അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ അധികം വെന്ത് പോകാനും പാടില്ല. ഡ്രൈ ആയ ഉടനെ തന്നെ നമ്മളിത് ഒന്നുകൊണ്ട് നിങ്ങൾ കൈകൊണ്ട് ഞാൻ ചെയ്യുന്നത് പോലെ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. അല്ലാന്നാണെങ്കിൽ തവി ഉപയോഗിക്കാം. കൈ കൊള്ളാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കൈ കൊണ്ടാകുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ബോക്സ് കിട്ടും. തവി കൊണ്ട് തൊടുമ്പോൾ ചിലപ്പോൾ അത് പൊട്ടിപ്പോവാനെല്ലാം സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലെ നല്ല പെർഫെക്റ്റ് ബോക്സ് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഒരു 3 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് ഡ്രൈ ആകുന്ന സമയത്ത് തന്നെ നമ്മൾ ഫില്ലിങ് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഒട്ടി കിട്ടൂല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡ്രൈ ആകുന്ന സമയത്ത് തന്നെ നമ്മൾ ഫില്ലിങ് ഇട്ട് ഇതേപോലെ ഒട്ടിച്ചെടുക്കണം എന്നുള്ളത്. അപ്പോൾ 3 മിനിറ്റിന് ശേഷം 2 ഭാഗവും റെഡി ആയാൽ നമുക്ക് ഇതേപോലെ ഇത് പാനിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി ഇതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുഴുവൻ മാവും പാനിലേക്ക് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആകുന്ന സമയത്ത് ഫില്ലിങ് മിഡിലിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം 4 ഭാഗത്തുനിന്നും മടക്കി 3 മിനിറ്റ് 2 സൈഡും വെച്ചതിന് ശേഷം പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് തയ്യാറാക്കി ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് തീർച്ചയായും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമാണ്. മൈദപ്പൊടിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തതിന് ശേഷം തീർച്ചയായും അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. എന്നും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെയുള്ള ഈസി റെസിപ്പീസും ടിപ്സും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.